ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ക്രിയേറ്റേഴ്സിന് 3 മിനിറ്റ് വരെ ലെങ്ത് ഉള്ള ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഷോർട്സ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 മിനിറ്റ് വരെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് യൂട്യൂബ് പറഞ്ഞത്, നിങ്ങൾ ലോങ് വീഡിയോ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുന്നത് അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഈ ഒരു 3 മിനിറ്റ് ലെങ്ത് ഉള്ള ഷോർട്സും അപ്ലോഡ് ചെയ്യാനും. അപ്പോൾ നമ്മളങ്ങനെ അപ്ലോഡ് ചെയ്ത ശേഷം യൂട്യൂബ് അത് ഷോർട്സിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ഒരു പ്രൊസീജിയറാണ് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂട്യൂബിൽ 3 മിനിറ്റ് വരെ ലെങ്ത് ഉള്ള ഷോർട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിലും അതൊരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് ഷോർട്സ് സെക്ഷൻ വഴി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ ചെയ്യാനേ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷനിൽ ടൈം ലിമിറ്റ് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മിനിറ്റ് വരെ ലെങ്ത് ഉള്ള ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ നമ്മൾ ഓൾറെഡി 3 മിനിറ്റ് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. നമുക്ക് ആ ഒരു ഷോർട്സ് സെക്ഷനിലൂടെ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ലൈവായിട്ട് ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 15 സെക്കൻഡ് എന്നുള്ളത് ഇപ്പോൾ മാക്സിമം ലിമിറ്റ് 3 മിനിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. മാത്രമല്ല നമുക്ക് ലൈവായിട്ട് അവിടെ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. വളരെ നല്ലൊരു ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ യൂട്യൂബ് ഇപ്പോൾ ഈ ഷോർട്സ് സെക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തത് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതുപോലെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതും അപ്ലോഡ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് വന്നിട്ട് 3 മിനിറ്റ് വരെ ലെങ്ത് ഉള്ള പുതിയൊരു ഷോർട്സ് ഇവിടെ ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്നുള്ളത് ആഡ് സൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കുകൾ, മൂവി സോങ്ങുകൾ, മൂവി ഡയലോഗുകൾ, അങ്ങനെ പുറത്തു നിന്നുള്ള ഒരുപാട് മ്യൂസിക്കുകൾ, സോങ്സുകൾ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 3 മിനിറ്റുള്ള ഒരു ഷോർട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആഡ് സൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മ്യൂസിക്കും ആഡ് ചെയ്യാൻ കഴിയുന്നതല്ല. അവിടെ യൂട്യൂബ് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1 മിനിറ്റിൽ താഴെ 60 സെക്കൻഡിൽ താഴെയുള്ള ഷോർട്സിന് മാത്രമേ നമുക്ക് മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളത്. അപ്പോൾ 3 മിനിറ്റ് ഷോർട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചർ വന്നിട്ടുണ്ട്. പക്ഷേ 3 മിനിറ്റ് 1 മിനിറ്റിൽ കൂടുതലുള്ള മ്യൂസിക്കുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഫീച്ചർ ഇപ്പോൾ യൂട്യൂബ് നമുക്ക് തന്നിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് 1 മിനിറ്റിൽ കൂടുതലുള്ള ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. പലരും ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ മ്യൂസിക് ആഡ് ചെയ്യാൻ കഴിയാൻ പറ്റാത്തത് യൂട്യൂബ് ആ ഒരു ഫീച്ചർ ഇതുവരെ എനേബിൾ ആക്കിയിട്ടില്ല. ഫ്യൂച്ചറിൽ എനേബിൾ ആക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോഴും നമുക്ക് പുറത്തുനിന്നൊക്കെ മ്യൂസിക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ താഴെ തന്നെ ഷോർട്സിൻ്റെ ലെങ്ത്ത് പാടുള്ളൂ. അപ്പോൾ എന്തായാലും 3 മിനിറ്റ് വരെ ലെങ്ത്ത് ഉള്ളത് ഇപ്പോൾ ഷോർട്സിൻ്റെ ഈ ഒരു സെക്ഷനിലൂടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.